നാല് കുഞ്ഞുങ്ങൾ കല്ലടിക്കോട് വാഹനാപകടത്തിൽ മരിച്ച നാല് കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കും. ഇപ്പോൾ കരിമ്പനയ്ക്കൽ ഹാളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു അപകടം, നിരന്തരം അപകടങ്ങൾ ഉണ്ടായ ഒരു സ്ഥലത്ത് ഇന്നലെ നാല് കുഞ്ഞുങ്ങളുടെ ജീവനെടുക്കുന്ന തരത്തിലേക്ക് ഒരു അനാസ്ഥ, ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥ എത്തിച്ചേർന്നു. അതാണ് ആ കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കാണുകയും ചെയ്തത്. ഒരു വർഷത്തിനിടെ മാത്രം 22 അപകടങ്ങൾ ഉണ്ടായ ഒരു റോഡ് സ്ഥലം. അവിടെ ഇത്തരം നിരന്തര അപകടങ്ങളുണ്ടാകുന്നു. റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത അത് പരിഹരിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കഴിഞ്ഞ തവണ താൽക്കാലികമായി JCB ഉപയോഗിച്ചൊരു വരയ്ക്കുക മാത്രമാണ് ദേശീയപാത അതോറിറ്റി ചെയ്തത്. അവിടെ കൃത്യമായി ഡിവൈഡറുകൾ വയ്ക്കേണ്ടതുണ്ട്. അതൊന്നും ചെയ്യാതെ നാല് കുഞ്ഞുങ്ങളുടെ അടക്കം കഴിഞ്ഞ 2 മാസത്തിന് മുമ്പുണ്ടായ ഒരു അപകടത്തിൽ ഇതേ സ്ഥലത്ത് തന്നെ 5 പേർ മരിക്കുന്ന സാഹചര്യം. വളരെ നിരുത്തരവാദപരമായ ഒരു സമീപനം, ഒരു വല്ലാത്ത അനാസ്ഥ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. 4 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത് കഴിയുമ്പോഴും ആ നിലപാടിൽ അവർ മാറ്റം വരുത്തുമെന്ന് ഇപ്പോൾ ചോദ്യം ഉയരുന്നത്. ഇന്ന് രാവിലെ അവിടെ എത്തിയ മന്ത്രി KB ഗണേഷ് കുമാർ അടക്കം പറഞ്ഞത് ഗൂഗിൾ മാപ്പ് നോക്കിയാണോ ഈ ദേശീയപാത അതോറിറ്റി റോഡുകൾ നിർമ്മിക്കുന്നത് എന്നാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരിമ്പനയ്ക്കൽ ഹാളിൽ നിന്ന് കല്ലടിക്കോട് വാഹനാപകടത്തിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകുകയാണ്. അത് അല്പസമയത്തിനകം തന്നെ 12 മണിക്ക് മുമ്പ് തന്നെ 4 കുഞ്ഞുങ്ങളുടെയും ഖബറടക്കം നടക്കുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. നേരത്തെ രാവിലെ നിശ്ചയിച്ചിരുന്നത് 10 മണിയോടുകൂടി തന്നെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകാനായിരുന്നു. ഇപ്പോൾ 10:13 സമയം അടുക്കുന്നു. ഏതായാലും രാവിലെ മുതൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു ജനസഞ്ചയമാണ് കരിമ്പനയ്ക്കൽ ഹാളിൽ കുഞ്ഞുങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരുകയും ചെയ്തത്. അപ്രതീക്ഷിതമായി ആകസ്മികമായി വന്നു ചേർന്ന മരണം, ഒരുമിച്ച് കളിച്ച് ചിരിച്ച് സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ കുഞ്ഞുങ്ങളുടെ മേൽക്കാണ് സിമൻറ്റ് കയറ്റി വന്ന ടോറസ് ലോറി പാഞ്ഞു വീണത്. അത് ആ റോഡിൻ്റെ അശാസ്ത്രീയത കൊണ്ട് തന്നെയാണ്. അതായത് ഇതിന് ഉത്തരവാദി ആര് എന്ന് ചോദിച്ചാൽ ദേശീയപാത അതോറിറ്റി തന്നെയാണ്. മറ്റാർക്കും ഇതിൻ്റെ ഉത്തരവാദിത്വമില്ല. ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിയുകയുമില്ല. ഒരു വർഷത്തിനിടെ 22 അപകടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് യാതൊരുവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്താതെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണ രീതികൾ കൊണ്ടുവന്ന ദേശീയപാത അതോറിറ്റി തന്നെയാണ് ഈ കരയുന്ന ഈ കുടുംബങ്ങളുടെ കണ്ണീരിൻ്റെ ഉത്തരവാദി. ആ 4 കുഞ്ഞുങ്ങളുടെ മരണത്തിന് ഉത്തരവാദി ദേശീയപാത അതോറിറ്റി തന്നെയാണ്. കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല ഈ സങ്കടക്കാഴ്ചകൾ. 4 കുഞ്ഞുങ്ങൾ വീടുകളിലേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം അടുത്ത വീടുകളിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെല്ലാം പഠിത്തം കഴിഞ്ഞ് കളിചിരികളുമായി വീട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്ന അയൽവാസികൾ കൂടിയായ കുട്ടികൾ, ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് സ്വപ്നം കണ്ട ആ കുഞ്ഞുങ്ങളാണ് ഇന്നലെ ഈ ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ, കല്ലടിക്കോടുണ്ടായ അപകടത്തിൽ മരിക്കുകയും ചെയ്തത്. ഇപ്പോൾ സച്ചിൻ ഒരിക്കൽ കൂടി ചേരുന്നു. സച്ചിൻ, ഇന്നലെ 3:45 ആ അപകടം, അതിനുശേഷം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഏതെങ്കിലും അധികൃതർ ആ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ടോ? ഈ അപകടവുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ നൽകുന്ന ഒരു വിശദീകരണം? ഈ അപകടം ഉണ്ടായതിനു ശേഷമാണ് ഇത്രയ്ക്ക് വലിയ ഗുരുതരമായ അലംഭാവം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു വർഷത്തിനിടെ ഉണ്ടായത് 22 അപകടങ്ങൾ. അതിനെല്ലാം കാരണം റോഡ് നിർമ്മാണത്തിലെ ശാസ്ത്രീയത. വളരെ കൃത്യമായി ഏത് സമയത്തും റോഡ് തെന്നിമാറുന്ന, വാഹനങ്ങൾ തെന്നിമാറുന്ന സാഹചര്യം, അതിനൊരു പരിഹാരവും കാണാൻ കഴിയാതിരുന്ന ദേശീയപാത അതോറിറ്റിയാണ് ഈ പ്രശ്നത്തിലെ കുറ്റക്കാർ. സച്ചിൻ. തീർച്ചയായും ഇന്ന് ഉച്ചയോടുകൂടിയാണ് പാലക്കാട് കളക്ടറേറ്റിൽ മന്ത്രിമാരുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും അടക്കം യോഗം ചേരുന്നത്. ഇതിൽ സിജു പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം അവിടെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടക്കം റിപ്പോർട്ടുകൾ പരിഗണിച്ചുകൊണ്ട് എന്തായാലും റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന അശാസ്ത്രീയത എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്ന്. വാഹനങ്ങൾ കാലപ്പഴക്കം ചെന്നതാണോ, എന്താണ് അപകടത്തിന് കൃത്യമായ കാരണം? നിലവിൽ ഡ്രൈവർ നൽകിയ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് മറ്റൊരു വാഹനം പിന്നിൽ നിന്ന് മറ്റൊരു ലോറി ഇടിച്ചതിന്റെ ഫലമായിട്ടാണ് വാഹനം തെന്നി മാറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത് എന്നാണ് ഡ്രൈവർ നൽകിയ മൊഴി.
അതുപോലെ തന്നെ നിലവിൽ നാട്ടുകാരടക്കം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിൽ വാഹനങ്ങളൊക്കെ തെന്നി മാറുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് നിരവധി അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു ചെറിയ ചാറ്റൽ മഴയത്ത് കാറ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 5 യുവാക്കൾ മരിച്ചിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നലെ വൈകിട്ടുണ്ടായ അപകടവും. കാരണം ലോറി തെന്നി മാറിയാണ്, നിയന്ത്രണം വിട്ട ലോറി തെന്നി മാറി സമീപത്ത് കാൽനടയായി പോകുകയായിരുന്ന വിദ്യാർത്ഥികൾക്ക് മേൽ മറിയുകയായിരുന്നു. 5 വിദ്യാർത്ഥികളായിരുന്നു ഒരുമിച്ച് സ്കൂളിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നത്. ആ വിദ്യാർത്ഥികളിൽ ഒരു വിദ്യാർത്ഥി മാത്രമാണ് തലനാരിഴക്ക് ചാടി രക്ഷപ്പെട്ടത്. ബാക്കി 4 പേരും ദാരുണമായ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ലോറിക്ക് അടിയിൽ പെടുകയായിരുന്നു വിദ്യാർത്ഥികൾ. ഏറെ പണിപ്പെട്ട് സാഹസികമായി ക്രെയിനും മണ്ണുമാന്തി യന്ത്രമടക്കം ഉപയോഗിച്ചുകൊണ്ട് മറിച്ചിട്ടാണ് കുട്ടികളെ പുറത്തെടുത്തത്. 3 പേരെ സംഭവ സ്ഥലത്ത് നിന്ന് മരണപ്പെടുകയും ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു മരണപ്പെട്ടത്. ഇത്തരത്തിൽ നാടിനെ ആകെ നടുക്കിയ ഒരു സംഭവമാണ് ഇന്നലെ വൈകിട്ടോടുകൂടെ കല്ലടിക്കോട് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ്, ഇന്നലെ രാത്രി 11 മണിക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മൃതദേഹങ്ങൾ ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയത്. MLA കെ ശാന്തകുമാരിയുടെ നേതൃത്വത്തിലാണ് ബന്ധുക്കൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത്. അതിനുശേഷം 6 മണിയോടുകൂടെ തുപ്പനാട് പ്രദേശത്തെ കുട്ടികളുടെ വീടുകളിൽ 6 മണിയോടുകൂടെ 4 പേരുടെയും വീടുകളിൽ എത്തിച്ചു. അവിടെ ബന്ധുക്കൾക്കും സമീപവാസികൾക്കൊക്കെ കാണുന്നതിന് വേണ്ടി മൃതദേഹം വെച്ചിരുന്നു. അതിനുശേഷം 8 മണിയോടുകൂടിയാണ് മൃതദേഹം കരിമ്പനക്കൽ ഹാളിൽ എത്തിച്ചത്. അവിടെയുള്ള പൊതുദർശനം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. നിലവിൽ മൃതദേഹം തൊട്ടടുത്തുള്ള, അതായത് 100 മീറ്റർ അകലെയുള്ള തുപ്പനാട് ജുമാ മസ്ജിദ് ഹാളിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹങ്ങൾ ഖബർസ്ഥാനിലേക്ക് എത്തിക്കും. അവിടെ മയ്യത്ത് നിസ്കാര പ്രാർത്ഥനയടക്കം ഉണ്ടാകും. നിലവിൽ സംസ്ഥാന മന്ത്രിമാരടക്കം ഉള്ള MP രാജേഷും K കൃഷ്ണൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർ ഈ കരിമ്പനക്കൽ ഹാളിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ തുടങ്ങിയവരൊക്കെ ഈ ഹാളിൽ എത്തിയിട്ടുണ്ട്. സാദിഖ് അലി തങ്ങളായിരിക്കും പള്ളിയിൽ മയ്യത്ത് നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. അത്തരത്തിൽ വലിയൊരു സ്വീകാര്യതയോടുകൂടിയുള്ള ബഹുമതിയോടുകൂടിയുള്ള ഒരു യാത്രയയപ്പ് തന്നെയാണ് കുട്ടികൾക്ക് ഇപ്പോൾ നാട് നൽകിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന അവരുടെ മതവിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും വലിയ യാത്രയയപ്പ് പ്രാർത്ഥനയോടുകൂടി യാത്ര അയക്കുക എന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് രാവിലെ മുതൽ മതനേതാക്കളൊക്കെ വീടുകളിൽ എത്തിയപ്പോൾ അവരൊക്കെ അവിടെ പ്രാർത്ഥന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. അവിടെ മറ്റ് സമീപവാസികളും അതുപോലെ തന്നെ ബന്ധുക്കളടക്കം ഈ പ്രാർത്ഥന ചടങ്ങുകളിൽ. ശരി സച്ചിൻ, ഏതായാലും തുടരുക. ഇപ്പോൾ വലിയ തരത്തിൽ ഒരു നാടിന് ദുഃഖം താങ്ങാനാകുന്നില്ല. കൂടെ പഠിച്ച കുട്ടികളടക്കം അവിടെ ഇപ്പോൾ കരിമ്പനക്കൽ ഹാളിൽ അവസാനമായി കൂടെ പഠിച്ച കുഞ്ഞുങ്ങൾക്ക് ഒരു അന്തിമോപചാരം അർപ്പിക്കുകയാണ്. വാർത്ത